2 മാസം മുന്നേ ഞങ്ങളുടെ അമ്മ ഗൾഫിൽ പോയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആള് ലാൻഡ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ അമ്മേനെ വിളിക്കാൻ വേണ്ടി പോവാണ്. സോ ഇതൊരു ചെറിയ വ്ലോഗാ. തംബ്നെയിൽ കണ്ട പോലെ ഇതൊരു പെട്ടി പൊളിക്കൽ വീഡിയോ തന്നെയാണ്. ഞാനിതിൽ മേക്കപ്പ് വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഹൈലൈറ്റിംഗ് പ്രൈമർ ഇട്ട് കൊടുത്തു, പിന്നെ ഒരു ഫൗണ്ടേഷൻ, ഐബ്രോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നത് 7:30 സമയത്താണ് ഇറങ്ങുന്നത്. ലാൻഡ് ചെയ്യുന്നത് കോഴിക്കോട് എയർപോർട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദൂരം പോയി പെരുമ്പിലാവൊക്കെ എത്തിയപ്പോൾ ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് കോഫിയും അതേപോലെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. സെറ്റായിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയിലാണ് വിളിച്ച് പറയുന്നത്, അതായത് ഫ്ലൈറ്റ് ഭയങ്കര ലേറ്റാണ്, എന്തൊക്കെയോ തകരാറ് കാരണം നിർത്തിയിട്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിലെല്ലാം പാസഞ്ചേഴ്സ് എല്ലാവരും കയറി, പക്ഷേ ഫ്ലൈറ്റ് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് 11:30 ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് വന്നത് 2:30 ലാൻഡ് ചെയ്തത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. പിന്നെ കാറിൽ ഇരുന്നിട്ട് തന്നെ ഞങ്ങളെല്ലാവരും ചോക്ലേറ്റ്സൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. ഹാൻഡ് ബാഗിലുണ്ടായിരുന്ന ചോക്ലേറ്റ്സൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. അതൊരു കുനാഫ ചോക്ലേറ്റാണ്. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. രാവണിക്കായിരുന്നു പെട്ടി പൊളിക്കാൻ ഏറ്റവും കൂടുതൽ ശുഷ്കാന്തി. പിന്നെ എല്ലാവരും റെസ്റ്റ് ചെയ്യാൻ പോയി, കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ പെട്ടി പൊളിക്കുന്നത്. രാവു ഹാപ്പി ആയാ? എടുത്തോ. തെരേറുവോ അത്? മറ്റേത് തെരേറുവോ? അമ്മ വരുമ്പോൾ കൂടുതലും ചോക്ലേറ്റ്സും നട്ട്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ, അവർക്കുള്ള ടോയ്സ്, രാവുണ്ണിക്കാണെങ്കിൽ സ്ലേറ്റ് പോലത്തെ സംഭവങ്ങളും ബോളും ഷൂ ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിക്ക് ബൊമ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊക്കെ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ മാക്സി ടൈപ്പ് ഡ്രസ്സുകൾ, പാൻറ്റും ടീഷർട്ടുകൾ, അങ്ങനെയൊക്കെ കൂടുതലും കുഞ്ഞിക്കും രാവുനുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു പെട്ടിയിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കുള്ള സാധനങ്ങളൊന്നും അല്ല ഇവർ കൊണ്ടുവരുന്നത്, പേരക്കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. നല്ല വലിപ്പം കൂടുതൽ, എന്തായാലും വലുതാവൂലോ. അടുത്തത് ദുബായ് ചോദിച്ചില്ലേ? പിന്നെ കുറച്ച് ബാഗുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങൾക്കുള്ളതല്ല, കുറച്ച് പേർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ എനിക്കും അമ്മയ്ക്കും ലയനയ്ക്കും പിന്നെ ഗിഫ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. എൻ്റെ ബാഗ് ഇതിൽ കാണുന്നില്ല. എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഒരു ക്രീം കളർ ഒരു ബാഗായിരുന്നു.
പിന്നെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ തന്നെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതേപോലെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ബബിൾ ഗം ആയിരുന്നു അത്. പണ്ടൊക്കെ അച്ഛൻ കൊണ്ടുവരുമ്പോൾ ഈ ബബിൾ ഗം കൊണ്ടുവരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുതിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു അത്. പിന്നെ കിൽട്ട് പോലത്തെ പുതപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോഫി പൗഡറും അതേപോലെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേരൊക്കെ ഉണ്ട് അവിടെ, കസിൻസും അതേപോലെ ചേച്ചിമാരുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കൂടെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യലാണ് വീട്ടിൽ പോയ മെയിൻ പരിപാടി. അവരുടെ കൂടെ രാവുനും കുഞ്ഞിക്കൊക്കെ കളിക്കാൻ ആളുകളുണ്ട് അവിടെ, അവരെ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നോക്കേണ്ട ആവശ്യമില്ല, അവരെ തന്നെ പിള്ളേർ നോക്കും. അവർക്കും രസമാണ് കളിക്കാൻ വേണ്ടിയിട്ട്, കുറേ പേരുണ്ട്. അങ്ങനെയൊക്കെ അവിടെ അങ്ങനെ ചില്ല് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. എല്ലാവർക്കും ബൈ.